ഈ ഒരു സംഭവം സത്യമല്ലേ? കറക്റ്റ് അല്ലേ? ബിസിനസ്സുകാരോടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാളുടെ സ്കില്ല് കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ മതി. നിങ്ങൾക്കറിയോ, ഡേ 1 മുതൽ അദ്ദേഹം ഈ ബിസിനസ്സിനെ ചെറിയ കുട്ടികൾ നോക്കുന്നത് പോലെ നോക്കി വളർത്തിയെടുത്ത് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് സ്റ്റാഫുകൾ കൂടുന്നു, അദ്ദേഹത്തിന് ബിസിനസ്സിൽ ക്രൈസിസുകൾ വരുന്നു, അദ്ദേഹത്തിന് പല പ്രശ്നങ്ങളും വരുന്നു. സപ്ലയേഴ്സിന്റെ കോൾ, കസ്റ്റമേഴ്സിന്റെ കോള്, ഇതെല്ലാം ചെയ്ത് ഓരോ അയാൾക്ക് ഫൈനാൻസ് നോക്കണം, സെയിൽസിനെ കൺട്രോൾ ചെയ്യണം, കസ്റ്റമേഴ്സിന്റെ കോൾസ് വരും. ഇതെല്ലാം കൂടി നടത്തുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു എംപ്ലോയിയെ പോലെയല്ല, എല്ലാ ഭാഗങ്ങളും ഇടപെട്ടുകൊണ്ട് അദ്ദേഹം ഒരു പൂർണ്ണ മനുഷ്യനായി മാറുകയാണ് ഒരു വിജയിച്ചിട്ടുള്ള സംരംഭകൻ. തീർച്ചയായിട്ടും ഇപ്പൊ ഞാനൊക്കെ നേരത്തെ വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഇഫ്താർ പാർട്ടി നടത്തിയപ്പോൾ എൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, എൻ്റെ കമ്പനിയിൽ ഉണ്ടായിരുന്ന, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പനിയിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഏകദേശം 300 to 400 ആളുകളാണ് ഫസ്റ്റ് ഇയറിൽ നമ്മുടെ ഇഫ്താർ പാർട്ടിക്ക് വന്നത്. അദ്ദേഹം വന്നിട്ട് ഞെട്ടിപ്പോയി. എന്ന് ചോദിച്ചു, അബ്ദുള്ള, നീ എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇപ്പം എല്ലാം പഠിച്ചു അല്ലേ എന്ന് എന്നോട് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ദുബൈയിലുണ്ട്, ഒരു വലിയ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം എൻ്റെ ഒരുപാട് ബിസിനസ്സുകളുടെ ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം സത്യമല്ലേ? കറക്റ്റ് അല്ലേ? ബിസിനസ്സുകാരോടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഏറ്റവും നല്ല ഒരു സംരംഭകനാണെങ്കിൽ ഏറ്റവും നമ്മളുടെ എല്ലാ കഴിവുകളും പുറത്തു വരും. ക്രൈസിസ് മാനേജ്മെന്റ് ആയാലും, അക്കൗണ്ട്സ് ആയാലും, സെയിൽസ് ആയാലും, മാർക്കറ്റിംഗ് ആയാലും, ഓപ്പറേഷൻ ആയാലും, എല്ലാവിടെയും നമ്മളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും അതൊരു ടീമായി മാറും. നമ്മളുടെ എബിലിറ്റിയും നമുക്ക് പുറത്തെടുക്കാൻ കഴിയും. റൈറ്റ്?